എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകളുടെ 7 ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നലെ ഞാൻ പ്ലേ ബോയ് ആറ്റിറ്റ്യൂഡുള്ള പുരുഷന്മാരുടെ ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഒരു ഭൂരിപക്ഷം പുരുഷന്മാർ സ്ത്രീകളുമൊക്കെ വളരെ നല്ല ആളുകൾ തന്നെയാണ്. എന്നാൽ അവരിൽ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഈ രീതിയിലൊരു പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ളത് അല്ലെങ്കിൽ ഒരു പ്ലേ ബോയ് ആറ്റിറ്റ്യൂഡുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വെറുതെ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഒരു ഫൺ വീഡിയോ ആയിട്ട് കണ്ടാലായിട്ട് മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾ വളരെ വേഗത്തിൽ തന്നെ ഒരു പുരുഷനുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കും, അടുപ്പം സ്ഥാപിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ സ്ത്രീകൾ പുരുഷന്മാരെ ശരിക്കും അവലോകനം ചെയ്ത് പഠിച്ച് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങത്തുള്ളൂ. അത് ഒരുപാട് കാലതാമസം എടുക്കും, ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് സ്ത്രീകൾ ചാടിക്കയറി ഒരു റിലേഷൻഷിപ്പിലൊന്നും ആവാറില്ല. പക്ഷേ ഒരു പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ, ഇപ്പോൾ പുരുഷന്മാർ സ്ത്രീകളെ കാണുന്ന ഒറ്റ കാഴ്ച തന്നെ ചിലപ്പോൾ ഇങ്ങനെ വീണു പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾ പുരുഷനെ ഒന്ന് കണ്ട് അവർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നിയാൽ, ഒരു അട്രാക്ഷൻ തോന്നിയാൽ, അടുപ്പം തോന്നിയാൽ ഒപ്പം തന്നെ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് അങ്ങ് സ്ഥാപിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്നും അവർക്ക് മടിയില്ല. അതിനല്ല, അവർ പെട്ടെന്ന് തന്നെ ഫ്ലിർട്ട് ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഫ്ലിർട്ട് ചെയ്യുന്ന രീതി മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ പിക്സ് അയക്കുക, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോവുക. അതിനൊക്കെ ഈ പുരുഷന്മാരെങ്ങനെയൊക്കെയാണോ ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്, അതേ രീതിയിൽ അവർക്കും ഈ ഒരു സ്ത്രീകൾക്കും, ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾക്കും ഭയങ്കര ഒരു പെട്ടെന്ന് തന്നെ ഒരു ക്ലോസ് റിലേഷൻ സ്ഥാപിക്കാനോ, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി സ്ഥാപിക്കാനോ, അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം വളരെയധികം വേഗത്തിൽ തന്നെ അവരതിന് തയ്യാറാകും. അങ്ങനെ ഒരു പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട്, ഈ പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് ഒരിക്കലും തയ്യാറാവുകയില്ല. മറിച്ച് സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ്, മൈക്രോഷിപ്പ്, അങ്ങനെയുള്ള പുതിയ പുതിയ മോഡേൺ ട്രെൻഡുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബന്ധങ്ങളിലായിരിക്കും അവർക്ക് താല്പര്യം. നമുക്കറിയാം, സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ സെക്സ് വരെ ഉണ്ടായി എന്നിരിക്കാം, പക്ഷേ അവർക്ക് പരസ്പരം ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാകത്തില്ല, എപ്പോൾ വേണേലും പിരിയാം എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും. ഇനി അതും അല്ലെങ്കിൽ മൈക്രോഷിപ്പോ നാനോഷിപ്പോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലെ എൻജോയ്മെൻറ്റ് മാത്രമാണ് അവർ നോക്കുക. ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരിക്കലും നീണ്ടു പോകത്തില്ല. ചിലപ്പം കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കോഫി ഷോപ്പിൽ വെച്ച് രണ്ടുപേർ അപരിചിതർ കണ്ടുപിടുത്തുന്നു, ഉടനെ അവർ കമ്പനി ആവുന്നു, പെട്ടെന്ന് അവർ പറയുന്നത് നമുക്ക് കറങ്ങാൻ പോകും എന്ന് പറഞ്ഞാൽ അവർ കറങ്ങാൻ പോകുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു മൊമെൻ്റ് എത്രമാത്രം എൻജോയ് ചെയ്യാവോ അതൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തികച്ചും അപരിചിതരെ പോലെ തന്നെ അവർ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുകയും ചെയ്യുന്നു. അധിക നേരം പോലും നീണ്ടു നിൽക്കണമെന്നുമില്ല, ഒരു ദിവസം പോലും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നീണ്ടു നിൽക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കും ഈ പറഞ്ഞ ഒരു പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾക്ക് താല്പര്യവും ഇൻട്രസ്റ്റും. അല്ലാതെ അവരങ്ങനെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലോ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. അത് തന്നെയുമല്ല, അവരതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ ഇപ്പം വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പോകുന്ന ഒരു പുരുഷനാണെങ്കിൽ അവനോട് അവൻ കാണിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ അഡിക്റ്റഡ് ആവാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ നോക്കുന്നു. അപ്പോൾ ആ സ്ത്രീകൾ അത് അംഗീകരിക്കത്തില്ല, അതിനോടൊരു പുച്ഛമായിരിക്കും. അപ്പോൾ അയ്യോ നിന്നെ കണ്ടില്ലല്ലോ, നീ എന്താ വിളിക്കാത്തേ മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞ് അവൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൾ സംസാരിക്കാത്തതിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന് ഒരു പരാതിയൊക്കെ പറയുമ്പോൾ അവൾ പറയും, നീ എന്നെ ഭയങ്കര സില്ലി ആയിട്ടിരിക്കണേ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ പോരെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗുകളായിരിക്കും പറയുന്നത്. കാരണം ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ, പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾ ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ സജീവമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളുണ്ടല്ലോ. ഒരുപക്ഷെ ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു പുരുഷനെ കണ്ടെത്താവുന്ന ആ രീതിയിലുള്ള ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള പുരുഷനുമായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്പ് വഴിയൊക്കെ കണക്റ്റഡ് ആവും, പെട്ടെന്ന് മീറ്റ് ചെയ്യാനായിട്ട് നോക്കും, എവിടെ വെച്ച് കാണണം, ഇന്ന സ്ഥലത്ത് വെച്ച് കാണണം എന്ന് പറയുമ്പോൾ തന്നെ കാണാനായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു ബന്ധമൊക്കെ തുടങ്ങും. അത് ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ അവരിങ്ങനെ സജീവമായിരിക്കും. ഇനി മറ്റ് ചില ഡേറ്റിംഗ് ആപ്പുകളുണ്ടല്ലോ, ഇപ്പോൾ ലൈവ് വീഡിയോ സ്ട്രീമിംഗ് ആപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ആപ്പുകളിലൊക്കെ ഇവർ സജീവമായിരിക്കും. ഇനി നാലാമത്തെ, ഈ പ്ലേ ബോയ് ആറ്റിറ്റ്യൂഡുള്ള ഗേൾസ് പലപ്പോഴും ബെഞ്ചിങ്ങിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ക്യൂവിൽ നിർത്തുക, ഒരേ സമയത്ത് പല ആണുങ്ങളും പുരുഷന്മാരുമായിട്ടൊക്കെ അവർക്ക് ബന്ധം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, അത് ഒന്നിലധികം ആൾക്കാരുമായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെങ്ങനെ ക്യൂവിൽ നിർത്തും, അതായത് ഒരാൾ കഴിയുമ്പോൾ അടുത്തയാൾ കഴിയുമ്പോൾ അടുത്തയാൾ എന്നുള്ള രീതിയിൽ ഒരു ചിലവരിങ്ങനെ അഡീഷണൽ ആയിട്ടും അങ്ങനെ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ നിലവിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇനി അത് ഏതെങ്കിലും കാരണവശാൽ പൊട്ടിയാൽ ഉടനെ തന്നെ അടുത്തയാളെ പിടിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കും. അങ്ങനെ ഒരാൾ പോയ അടുത്തയാൾ അങ്ങനെ മാറി വരാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരേ സമയം തന്നെ പലരുമായിട്ടും ചിലപ്പോൾ ബന്ധങ്ങളുണ്ടാവും. പിന്നെ ഇത്തരക്കാർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഒരുപാട് ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിരിക്കും. അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഒരുപാട് ആളുകളുമായിട്ട് ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് പുരുഷ ഫ്രണ്ട്സ് ഇവർക്കുണ്ടാവും. അതും ഒരു ബൗണ്ടറി ഇല്ലാത്തൊരു
ഫ്രണ്ട്ഷിപ്പായിരിക്കും. വല്ലാതെ യാതൊരുവിധ പരിധികളോ ഇല്ലാത്ത, ഒരു അതിരുകളും ഇല്ലാത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള, അത്ര വളരെ ഇൻറ്റിമസിയൊക്കെ ഉള്ള, അങ്ങനെ ആ രീതിയിലുള്ള അടുപ്പമുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക്. ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ സ്വന്തം പങ്കാളിയെ, ഇപ്പോൾ ഒരു പുരുഷ പങ്കാളി ഉണ്ടാവുമല്ലോ, അവരോട് മറ്റ് സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പ് പുലർത്താനായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കും. അതും അല്ലെങ്കിൽ ഇനി അവരുടെ ഒരു പുരുഷ ഫ്രണ്ടിന് അല്ലെങ്കിൽ ആ ഒരു പുരുഷ പങ്കാളിക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ വേറെ പല സ്ത്രീകളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടെങ്കിലും ഇവർക്ക് അതിലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അപ്പം ഈ ഒരു സ്ത്രീയോട് ബന്ധമുള്ള പോലെ തന്നെ മറ്റൊരു സ്ത്രീയോട് ബന്ധമുണ്ടെങ്കിലും അവർക്കത് കുഴപ്പം ഉണ്ടാവത്തില്ലെന്ന് മാത്രമല്ല, അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർ പുലർത്തുക. കാരണം അവരുടെ ആഗ്രഹവും അങ്ങനെ പലരുമായിട്ട് ബന്ധം വേണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പങ്കാളിക്കും ആ രീതിയിൽ മറ്റുള്ളവരുമായിട്ട്, ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട മറ്റുള്ളവരുമായിട്ട് ബന്ധമുള്ളതിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ പലപ്പോഴും ഒരു പരാതി ഉണ്ടാവത്തില്ല. അവരത് പ്രോത്സാഹിപ്പിക്കാനും ഇടയുണ്ടെന്നുള്ളതാണ്. ഒരിക്കലും ഒരു യുവാവ് എന്നെ ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവനെ നിരന്തരം ഇങ്ങനെ അവനോട് പറയുന്നു, നീ മറ്റൊരു പെൺകുട്ടിയായിട്ടും കൂടെ ഒരു അഫെയർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പെൺകുട്ടിയുമായിട്ട് ഫ്ലിർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കറങ്ങാനോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്കോ ഒക്കെ പോകണം, അതൊക്കെ എനിക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ്, നീ അങ്ങനെയൊക്കെ ചെയ്യണം, നീ കുറേ കൂടെ അപ് ടു ഡേറ്റ് ആവണം, മോഡേൺ ആവണം എന്നൊക്കെ പറയും. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഈ പെൺകുട്ടിക്കും ഇതുപോലെ തന്നെ പലരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം നിന്നെ അതുപോലെ തന്നെ ആക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ അവളുടെ കണക്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നീ ഒരിക്കലും കുറ്റം പറയാൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും പ്രതികരിക്കാൻ പറ്റത്തില്ലോ. കാരണം അപ്പോൾ അവൾക്ക് ചോദിക്കാം, നീയും ഇതേ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് ചെയ്താൽ എന്താ എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇതിനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു യുവാവ് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ വളരെ തെളിവുകൾ സഹിതം വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു, അതായത് ആ പെൺകുട്ടിക്ക് ഒന്നിലധികം ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്രേ. അപ്പോൾ അത് മറച്ചു വെക്കാനും അത് കണ്ടുപിടിച്ചാൽ അവളെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കാനും വേണ്ടി തന്നെയാണ് അവളിങ്ങനെ ഇവനോട് മറ്റ് സ്ത്രീകളുടെ പുറകെ പൊക്കോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഗുട്ടൻസ് അത് തന്നെയായിരുന്നു എന്നവൻ പിന്നീട് പറയുകയുണ്ടായി. ഇനി ആറാമത്തെ ഗോസ്റ്റിംഗ് ആണ്. ഈ പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഇട്ടിട്ട് പോകുമെന്നുള്ളതാണ്. പെട്ടെന്ന് അവരൊരു പ്രേതത്തെ പോലെ അപ്രത്യക്ഷമാവും. അതുവരെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു, പെട്ടെന്ന് നിങ്ങൾ ഇവരെ കാണില്ല. അതായത് അത്രയും ഇപ്പോൾ തലേദിവസം ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ ഈ പെൺകുട്ടി അങ്ങ് അപ്രത്യക്ഷമാവും. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയാലും അവൾ നിങ്ങളെ ബ്ലോക്കാക്കും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറാവത്തില്ല. എന്നിട്ട് അവൾ അടുത്തൊരു റിലേഷൻ തപ്പി പോകുന്നതായിട്ട് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അവൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കാണുമ്പോൾ വേറെ ആരാണ്ടരേക്ക് കൊടുത്ത് കറങ്ങി നടക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് അവർ നമ്മളെ ഇട്ടിട്ട് ഒറ്റ ഒരു പോക്കങ്ങ് പോകും. പിന്നെ ഒരിക്കലും തിരിച്ചു വരത്തില്ല. പല പുരുഷന്മാരും വായും വിളിച്ച് അയ്യോ അവളിപ്പോൾ തിരിച്ചു വരുമെന്ന് ഓർത്ത് നോക്കിയിരിക്കും, ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് ആ രീതിയിൽ ഗോസ്റ്റിങ് ഇവരുടെ മറ്റൊരു സവിശേഷതയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റിലേഷൻ തുടങ്ങും, അതും എടുത്തു കഴിയുമ്പോൾ അതിട്ടിട്ട് ഒന്നും മിണ്ടാതെ സ്ഥലം വിടും എന്നുള്ളതാണ്. പിന്നെ അടുത്ത റിലേഷൻ തുടങ്ങുമ്പോൾ അവരെ ഇതുപോലെ തന്നെ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇനി ഏഴാമതായിട്ട് തൻ്റെ പങ്കാളിയെ കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് മാക്സിമം മുതലെടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലവർ ആ രീതി മുതലെടുക്കത്തില്ല, സാമ്പത്തികമൊക്കെ ആയിട്ട് ചിലവർ മുതലെടുക്കത്തില്ല. പക്ഷേ ചിലവർ സാമ്പത്തികമായിട്ട് പോലും മുതലെടുക്കും എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കണ്ണീർ കഥകളൊക്കെ പറഞ്ഞ് അവരുടെ നിന്ന് മാക്സിമം ലക്ഷങ്ങളൊക്കെ മേടിച്ചെടുത്തുകൊണ്ട് പോകുന്ന മിടുക്കികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പറ്റിക്കാം, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും മുതലെടുക്കാനും പറ്റിക്കാനും ഇവർ വളരെ സ്വാർത്ഥതയുടെ രീതിയിലൊക്കെ പെരുമാറാനും, എന്നാൽ ഈ പറഞ്ഞ പങ്കാളിക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ ത്യാഗവും അനുഷ്ഠിക്കത്തുമില്ല. അപ്പോൾ ആ രീതിയിലും അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാലും ഇവർക്ക് യാതൊരുവിധ ദുഃഖമോ വിഷമോ ഒന്നും ഉണ്ടാകത്തില്ല. ഇവർ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്യുന്നതും കാണാം. ചിലപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര വിഷമമൊക്കെ അഭിനയിക്കും ഒരു ബ്രേക്കപ്പിൻ്റെ സമയത്ത്, അയ്യോ നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണ്, ഭയങ്കര കരച്ചിലും ഒക്കെ അഭിനയിക്കും. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് അവർ അടുത്ത ആളുടെ കൊടുത്ത് പോകുന്നത് കാണാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ വെറുതെ ഒരു അഭിനയം മാത്രമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തൻ്റെ പങ്കാളിയെ മാക്സിമം മുതലെടുക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ 1 or 2 കാര്യങ്ങൾ വല്ലപ്പോഴും കണ്ടെന്ന് ഓർത്തിട്ട് അതിലൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും തന്നെ വരുന്നുണ്ടെങ്കിലേ അങ്ങനെ നമുക്ക് സംശയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. തന്നെയുമല്ല, ഇതിപ്പം 95% സ്ത്രീകളും വളരെ നല്ലവരൊക്കെ തന്നെയാണ്. ഒരു 5% സ്ത്രീകളൊക്കെ ആയിരിക്കും ഒരുപക്ഷേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഇത് വെച്ചിട്ട് അളക്കാനായിട്ട് നിന്നേക്കരുത്. ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവിട്ടാം. നന്ദി.